ചോദിച്ചു ഇവിടെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. ശരിയായോ? ശരിയായത് ഞങ്ങൾ ജനങ്ങളോട് പറയും, ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്നാണെങ്കിൽ ഇപ്പൊ ചൂണ്ടിക്കാണിക്കും. നിങ്ങൾ കുളമാക്കിയ പാലാരിവട്ടം പാലം മുതൽ അങ്ങ് ചൂണ്ടിക്കാണിക്കും. ഓരോ മനുഷ്യന്റെയും പരിസരത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും, എന്തൊക്കെ ഞങ്ങൾ ശരിയാക്കി. ഓരോ PHCയിലും വന്ന മാറ്റം ഞങ്ങൾ പറയും. അവർക്ക് മാസം തോറും കിട്ടുന്ന ക്ഷേമ പെൻഷൻ നിങ്ങളുടെ കാലത്ത് നയ പൈസ കൊടുത്തിട്ടില്ല. 17 മാസം കുടിശ്ശികയായിരുന്നില്ലേ? കടലാസിൽ 600 ഉണ്ടായിരുന്നു, കൊടുത്തിരുന്നില്ല. അത് 1400 ആക്കി കഴിഞ്ഞ മാസം വീട്ടിലെത്തിച്ചത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തും. ഞങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ വിശദീകരിക്കും. അങ്ങനെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മുൻപോട്ട് പോവുക. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 13 കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ദേശീയ ഗുണനിലവാര പരിശോധന കഴിഞ്ഞ് ദേശീയ അംഗീകാരം കിട്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഫ്ലോറിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ബാംഗ്ലൂരിലെ പബ്ലിക് അഫയേഴ്സ് സെന്റർ അവർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണ നിർവഹണം നടക്കുന്ന സംസ്ഥാനമായി കേരളത്തെ തുടർച്ചയായ 4ാം വർഷവും അടയാളപ്പെടുത്തി. ഡോക്ടർ കസ്തൂരിരംഗനെ അതിന്റെ പേരിൽ UDF BJP ഒക്കെ തെറി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആ വഴിക്ക് പോട്ടെ. ഈ കാര്യങ്ങൾ ഭരണ മികവാണ് കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ വിശദീകരിക്കുന്നത്. ഇവിടെ അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റും കാര്യത്തിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നതാണ് അങ്ങ് ചോദിച്ചത്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തതോ കേസെടുത്തതോ അറസ്റ്റ് ചെയ്തതോ മുന്നിൽ വെച്ചുകൊണ്ടല്ലല്ലോ ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞത്. അവരവർ വിശദീകരിക്കേണ്ടത് അവരവർ വിശദീകരിച്ചോട്ടെ. ഞങ്ങൾ ദുഷ്ടലാക്കോടെ സർക്കാർ പദ്ധതികളെ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് കോൺഗ്രസും BJPയും ആഗ്രഹിക്കുന്നതിന് തുല്യം ചാർത്താൻ ഏജൻസികൾ വന്നാൽ അത് തുറന്നു കാണിക്കും. ഇപ്പോ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ഇന്നുണ്ടല്ലോ പഞ്ചാബിലെ സംബന്ധിച്ച്. പഞ്ചാബിൽ ഫെഡറലിസം അപകടത്തിൽ നിന്നാണ്. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ പഞ്ചാബിന് മാത്രം ബാധകമായതല്ല. പഞ്ചാബിന് മാത്രം ബാധകമായ ഒരു ഫെഡറലിസം ഇല്ല. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ രാജ്യത്തിനും ബാധകമായതാണ്. പഞ്ചാബിൽ നിങ്ങളുടെ നയമെന്തേ കേരളത്തിൽ മാറിയെന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ടി വരും. നിങ്ങളെ കൊണ്ട് വിശദീകരിപ്പിക്കും. കർണാടകയും തമിഴ്നാടും പഞ്ചാബും രാജസ്ഥാനും കേന്ദ്ര ഏജൻസികൾക്കെതിരെ തെരുവിലിറങ്ങി പോരാടുന്ന നിങ്ങൾ ഇവിടെ കേന്ദ്ര ഏജൻസികൾക്ക് ചൂട്ടുപിടിക്കുന്നവരായി മാറിയത് എങ്ങനെ എന്ന് നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വരും. ഇവിടെ അങ്ങ് സംസാരത്തിനിടയിൽ പറഞ്ഞു, അതിൽ അവതാരകനും ചില കമന്റുകൾ നടത്തി. വാളയാർ കേസ് സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നു ബാലാവകാശ കമ്മീഷന്റെ അധികാരപരിധിയിൽ ഒരു പരാതി വന്നാൽ അവർക്കത് പരിശോധിക്കാം. ഇനി സ്വമേധയാ തന്നെ അന്യായമായി കാര്യങ്ങൾ പോകുന്നു എന്ന് കണ്ടാൽ പരിശോധിക്കാം. ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടതിന്റെ മേൽ പോലീസ് കേസെടുത്ത് അറസ്റ്റ് നടപടികളിലേക്ക് കടന്ന് മുൻപോട്ട് പോയാൽ അതിലെവിടെയെങ്കിലും വീഴ്ച വരുന്നു എന്ന് ബോധ്യമാകുന്ന ഘട്ടത്തിലാണ് ഇടപെടുക. വാളയാർ കേസിൽ കോടതി വിധിയുടെ ഘട്ടത്തിലാണ് ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടത്. എല്ലാ കേസും ബാലാവകാശ കമ്മീഷൻ ഇടപെടില്ല. സ്വരാജ്, ഒരു നിമിഷം, അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ വാളയാർ നിൽക്കുന്ന മണ്ഡലത്തിലൊരു MLA ഉണ്ടല്ലോ, ആ MLA പരാതി കൊടുത്തോ? അവിടെ നിന്നും CPMന്റെ നേതാക്കൾ ധാരാളം ആളുകൾ ഈ വാളയാർ പരിസരത്തുണ്ടല്ലോ, ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തോ? പാർട്ടി സെക്രട്ടറിയുടെ പേരമകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു രാത്രി പുലരുന്നതിന് മുൻപ് ബാലാവകാശ കമ്മീഷൻ പാഞ്ഞെത്തി. ഇതാ അർദ്ധ ജുഡീഷ്യൽ ബോഡി എത്തിയിരിക്കുന്നു. എവിടെ ഈ കുട്ടിയുടെ മനുഷ്യാവകാശം, ഈ കുട്ടിയുടെ ബാലാവകാശം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ മുന്നിൽ ഈ ഏകപക്ഷീയമായിട്ടുള്ള വേഗതയുണ്ടാവുന്നത്. വാളയാറിന്റെ കാര്യത്തിൽ 2 വർഷമെടുത്തു. അങ്ങ് പറഞ്ഞതുപോലെ കോടതി ഇടപെടൽ കഴിഞ്ഞ് 2019 വരെ. ഇവിടെ 24 മണിക്കൂർ എടുത്തില്ല. അത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അങ്ങ് നിങ്ങൾ മറുപടി പറയണ്ടേ? തീർച്ചയായും പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ ആ മറുപടിയിലേക്ക് തന്നെ വരികയായിരുന്നു. ഞാൻ പറഞ്ഞത്, ഒരു കേസ്, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ ന്യായം ലഭിക്കുന്നില്ല എന്ന ഘട്ടം വരുമ്പോഴോ അല്ലെങ്കിൽ കമ്മീഷന്റെ മുൻപാകെ പരാതി വരുമ്പോഴോ ആണ് കമ്മീഷൻ ഇടപെടുക. ഇപ്പൊ ഒരു കേസ് മാത്രം ഇവിടെ പാലത്തായി പറഞ്ഞു. പാലത്തായിൽ എന്താ സംഭവിച്ചത്? പാലത്തായിൽ ഈ വാർത്ത വന്ന ഉടൻ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബാലാവകാശ കമ്മീഷൻ വിസ്തരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ തൊട്ടടുത്ത ആലുവയിൽ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസുണ്ടായി. അതിൽ പോലീസ് നടപടി സ്വീകരിക്കാൻ അമാന്തിക്കുന്നു എന്ന് വന്നപ്പോ ഇവിടെ ഓടിയെത്തി, ഈ ആലുവയിലെത്തി കമ്മീഷൻ. അവിടെ പരിശോധനാ നടപടികൾ നടത്തി. ജില്ലാ പോലീസ് ചീഫിനെ അത് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. ഈ കൊറോണ കാലത്ത് CBSE സ്കൂളുകളിൽ ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ പുറത്താക്കിയപ്പോൾ അവിടെ ഓടിയെത്തി നടപടി സ്വീകരിച്ചു. ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ MHRDയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സംബന്ധിച്ച് നടപടി സ്വീകരിച്ചു. ഞാൻ പറഞ്ഞത്, ഈ ബാലാവകാശ കമ്മീഷന്റെ മുൻപാകെ ഒരു പരാതി വന്നിട്ട് അതിന്മേൽ നടപടി സ്വീകരിക്കാൻ അമാന്തിച്ചെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. അത് നമുക്ക് ചർച്ച ചെയ്യണം. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ അവരുടെ മുൻപാകെ പരാതി വന്നു, ഇതാ ഈ സാഹചര്യത്തിൽ 2.5 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ അനുഭവിക്കുന്നു, അവിടെ അവരിടപെട്ടു. സമാനമായ പരാതികളോട് അലംഭാവം കാണിച്ചുവോ, അങ്ങനെ വിമർശിക്കൂ, അത് വിമർശിക്കൂ. അതിന് പകരം തിരുവനന്തപുരത്ത് കുട്ടി മണ്ണ് തിന്നു എന്നൊക്കെ ഇപ്പോഴും ബഹുമാന്യനായ MP പറഞ്ഞാലോ, ആ കേസേ മാറിപ്പോയി. അതങ്ങ് ഓർക്കാത്തതായിരിക്കാം. ആ സംഭവം പിന്നീട് ശരിയായ വസ്തുത പുറത്തു വന്നു. പട്ടിണി കൊണ്ടല്ല, ആ കുട്ടിയുടെ ദുശീലമായിരുന്നു. ആ കുട്ടിയുടെ അമ്മയും അയൽവക്കക്കാരും ഒക്കെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു.
ആ സംഭവം ഇപ്പൊ അങ്ങ് ഉന്നയിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മറ്റൊന്ന്, ഇവിടെ ബഹുമാന്യനായ BJP നേതാവ് ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളാണ്. സദ്ദാം ഹുസൈന്റെ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞു. അതെനിക്ക് കൗതുകരമായി തോന്നി. അത് നമുക്കൊന്ന് ഡിബേറ്റ് ചെയ്യാവുന്ന നല്ല പോയിന്റാണ്. ഞാനിവിടെ തുടക്കത്തിൽ പറഞ്ഞ എന്താണ്, സൂര്യന് താഴെയുള്ള ഏത് വിഷയവും ചർച്ച ചെയ്യാം, പക്ഷേ പ്രാഥമിക പരിഗണന ഇന്നതാണെന്നാണ് പറഞ്ഞത്. ഇനി സദ്ദാം ഹുസൈൻ അങ്ങ് പറഞ്ഞതുകൊണ്ടാണ്. സദ്ദാം ഹുസൈന്റെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ സദ്ദാം ഹുസൈനെ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥം? അമേരിക്കൻ സാമ്രാജ്യത്വം സ്വീകരിക്കുന്ന മനുഷ്യത്വരഹിതമായ സമീപനമാണ് ആ പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. അത് ചർച്ച ചെയ്ത ഏത് അടിസ്ഥാനത്തിലാണ്? ആ അമേരിക്കൻ ഇമ്പീരിയലിസത്തോട് ഇന്ത്യ ഗവൺമെന്റ് കൈകോർത്ത് സാമന്ത രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റുന്ന നയത്തിനെതിരായിട്ടാണ്. നമ്മൾ അതിനെ അങ്ങനെയല്ലേ കാണേണ്ടത്? അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ കേന്ദ്ര ഏജൻസിക്കെതിരെ സമരം ചെയ്യണം, അപ്പോൾ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രതിരോധത്തിലാവുമെന്നാണ് BJP പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ പറയും ED ഈ രാജ്യത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, 15 കൊല്ലത്തിനിടയിൽ 14 കേസ് ശിക്ഷിപ്പിച്ച ഏജൻസിയാണെന്ന് ഞങ്ങൾ പറയും ജനങ്ങളോട്. ഞങ്ങൾ പറയും DK ശിവകുമാറിന്റെ മകൾ ഐശ്വര്യയെ മുൾമുനയിൽ നിർത്തി ചോദ്യം ചെയ്ത ED ആ ഐശ്വര്യയെ കോൺഗ്രസിൽ നിന്ന് കൂടുമാറി BJPയിൽ വന്ന SM കൃഷ്ണയുടെ പേരക്കുട്ടിക്ക് കല്യാണം നിശ്ചയിച്ചപ്പോ ഫയലും കെട്ടിപ്പൂട്ടിപ്പോയ ആ EDയെ ഞങ്ങൾ തുറന്നു കാണിക്കും. EDയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിൽ കോൺഗ്രസ് ഇപ്പോഴും BJP ഇന്നലകളിലും ഉയർത്തിയിട്ടുള്ള കാര്യം ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വിശദീകരിക്കും. ഇന്ത്യയിലെ ന്യായാധിപന്മാർ ED ഉൾപ്പെടെയുള്ള ഏജൻസികളെ എങ്ങനെ വിലയിരുത്തി എന്ന് ഞങ്ങൾ പറയും. അതൊക്കെ ഞങ്ങൾ വിശദീകരിക്കും. എന്നിട്ട് ഞങ്ങൾ പറയും ബംഗാളിൽ ഇവന്മാരെയൊക്കെ മുറിയിലിട്ട് പൂട്ടി കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളത് ചെയ്തിട്ടില്ല. ഞങ്ങൾ നിയമാനുസൃത മാർഗങ്ങൾ തേടി ഞങ്ങൾ കോടതിയിൽ പോയി. ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ ലൈഫ് കേസിൽ CBIയോട് പറഞ്ഞു നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ച് അന്വേഷിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്യുക. ആ നിയമബോധം എന്റെ CBIക്ക് ഉണ്ടായില്ല എന്ന് ഞങ്ങൾ ചോദിക്കും. ഞാനൊരു കാര്യം സൂചിപ്പിക്കാം വളരെ വിനയത്തോടു കൂടി. ഇവിടെ ജനങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ നിങ്ങൾ ഈ അഴിമതികളെ കുറിച്ചൊക്കെ പറഞ്ഞോളൂ, ഞങ്ങൾ അതിനൊക്കെ മറുപടി അങ്ങ് പറയും. ഞങ്ങൾ പക്ഷേ ഊന്നുക ഈ 4.5 കൊല്ലത്തിനിടയിൽ മലയാളിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇവിടുത്തെ ആശുപത്രികളും സ്കൂളുകളും മാറിയത് ഞങ്ങൾ പറയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പദ്ധതി നിർവഹണത്തിന്റെയും പദ്ധതി രൂപീകരണത്തിന്റെയും കാലതാമസങ്ങളെ സമയത്തെക്കുറിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞാൻ അതിന്റെ അനുബന്ധമായി പറയുന്നു, പദ്ധതി ചെലവ് UDF ഭരണകാലത്തിൽ നിന്ന് ഈ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി ചെലവ് പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ 3 കൊല്ലങ്ങൾ 4 കൊല്ലങ്ങൾ ഏകദേശം 20% അത് വർദ്ധിച്ചിരിക്കുന്നു. ആ മാറ്റം ഈ നാട്ടിലുണ്ട്. ഞങ്ങൾ ഈ നാടിനെ ചൂണ്ടി പറയും. എനിക്ക് പ്രേമേന്ദ്രൻ MP ഈ സ്വരാജ് ചോദിച്ച ഒരു ചോദ്യം വോട്ടർമാർ UDFിലെ നേതാക്കളോട് ചോദിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പഞ്ചാബിൽ മാത്രമായ ഒരു ഫെഡറലിസം ഇല്ലല്ലോ. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വരുമ്പോൾ ഒരു നല്ല അന്വേഷണ ഏജൻസികളും പഞ്ചാബിൽ വരുമ്പോൾ മോശം അന്വേഷണ ഏജൻസികളും ആകുന്ന ആ ഒരു അവസ്ഥയെ എങ്ങനെയായിരിക്കും ഈ UDF നേരിടുക? മറ്റൊന്ന്, പാലാരിവട്ടം പാലത്തെ മുൻനിർത്തിയാണ് പ്രതിപക്ഷത്തെ ആളുകൾ ഈ സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ അല്പം